അപ്പോൾ ഞാനും മോളും ഒന്നിച്ചാണ് ഡൽഹിയിൽ പോയി ഒരേ സ്റ്റേജിൽ നിന്ന് ഒരേ അവാർഡ് വാങ്ങിച്ചത്. അത് എല്ലാവർക്കും ഒരു വലിയ അത്ഭുതമായിരുന്നു. ഈ മരങ്ങളെ സംരക്ഷിക്കണമെന്നൊക്കെ ഉള്ള ഒരു തോട്ടമൊക്കെ വന്നെങ്ങനെയാണ്? ഓരോന്ന് വെച്ചു, അതൊക്കെ കാടാവണമെന്നൊന്നും ആഗ്രഹിച്ചതല്ല. ആലപ്പുഴ ഡിസ്ട്രിക്റ്റാണ് കാടില്ലാത്ത ഡിസ്ട്രിക്റ്റ്. അപ്പോൾ കൈ നട്ട് നനച്ച് വളർത്തി ഒരു കാട് തന്നു. അപ്പോൾ അതിനൊരു നാമ്പ് വരുമ്പോൾ നമ്മൾ എന്തും വെക്കുന്നതൊന്നും പിടിക്കുമെന്ന് നമുക്ക് മാനസികമായിട്ടുള്ളൊരു സന്തോഷമല്ലേ. ഇപ്പോൾ 36 വർഷം കൊണ്ട് ഞാൻ തന്നെ വെള്ളം ഒഴിക്കുന്നത്. ഒരാഴ്ച 2 ദിവസം വീതം വെള്ളം ഒഴിക്കും ഞാൻ. മക്കളെ പോലെയാണോ നോക്കുന്നത്? വരും തലമുറയ്ക്ക് ഒരു പ്രചോദനമാകട്ടെ എന്ന രീതിയിലാണ് നമ്മളൊരു എല്ലാവരും കൂട്ടിക്കൊണ്ടുവരാൻ ഒരു സാഹചര്യം ഒരുക്കിയത്. നല്ല അന്തരീക്ഷമാണ് നമുക്ക് പൊതുവെ ഫീൽ ചെയ്യുന്നത്. ചൂടൊട്ടും അനുഭവപ്പെടാത്തൊരു അന്തരീക്ഷം. അതെനിക്ക് ഈ വൃക്ഷങ്ങളുള്ള സ്നേഹം കൊണ്ട് ഈ ഇവിടുത്തെ അമ്മൂമ്മ വട്ട് നടത്തിയ രീതിയിലുണ്ടായ ഒരു അനുഭവമാണ്. അമ്മമ്മ ഈ മരങ്ങളൊക്കെ വെച്ച് തുടങ്ങിയപ്പോൾ ഒക്കെ അയൽവക്കക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, അവരൊക്കെ എന്താണ് പറഞ്ഞത്? അമ്മ ഇതെല്ലാം കാടാക്കുന്നത് തലക്കൂടെ അസുഖമായിട്ടായിരിക്കും എന്ന് പറഞ്ഞ ഒരു കാലമുണ്ട്. പക്ഷേ ഇന്ന് അവർക്കൊക്കെ ഒരൗഷധം വേണമെങ്കിൽ ഇവിടെ വന്ന് പറയുകയും വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ഇന്ന് മനസ്സിലായി. അതിനെക്കുറിച്ച് പുതുതലമുറയോടാണ് ഇപ്പോൾ ഉള്ളവർക്കെല്ലാം അറിയാം. എനിക്ക് എത്ര വായു വേണം ശ്വസിക്കാനുള്ളത്, നമുക്കത് തരുന്നത് മരങ്ങളാണ്. അപ്പം നമുക്ക് ശ്വസിക്കാനുള്ള വായു കിട്ടുന്ന അത്രയും മരങ്ങളെങ്കിലും നമ്മൾ വെച്ച് പിടിപ്പിച്ചിരിക്കും. ഈ തപോവനത്തിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഈ മരങ്ങൾക്കൊക്കെ വെള്ളം ഒഴിക്കുന്നതൊക്കെ ചേട്ടനാണ്. എത്ര വർഷമായിട്ട്? ഞാൻ തന്നെ വെള്ളം ഒഴിക്കുന്നതല്ല. ഇപ്പോൾ 36 വർഷം കൊണ്ട് ഞാൻ തന്നെ വെള്ളം ഒഴിക്കുന്നത്. പിന്നെ വളങ്ങളും ഇതെല്ലാം ഞാൻ തന്നെ ചാണകമൊക്കെ ഇടുന്നുണ്ട് എല്ലാത്തിനും. ഇപ്പൊ ഇത് എത്ര ഏക്കർ പറമ്പുണ്ട്? ഇത് 5.5 ഏക്കറുണ്ട്. 5.5 ഏക്കർ. 5.5 ഏക്കറിൽ എല്ലാ മരത്തിനും വെള്ളം ഒഴിക്കും? എല്ലാത്തിനും വെള്ളം ഒഴിക്കും. രാവിലെ ഒരാഴ്ച 2 ദിവസം വീതം വെള്ളം ഒഴിക്കും ഞാൻ. 2 ദിവസം വീതം. മക്കളെ പോലെയാണോ നോക്കുന്നത്? ചേട്ടൻ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഈ കാട് ഇവിടെ ഉണ്ട്. അപ്പൊ അതിന് ചേട്ടൻ ചെറുപ്പം മുതലേ ഉണ്ട് ഈ കാട് ഇവിടെ ഉണ്ടല്ലേ? ഉണ്ട്. ഇപ്പൊ ചേട്ടൻ ഈ കാടിനെ സംരക്ഷിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ? ഇപ്പോഴെന്ന് പറഞ്ഞാൽ മാസം തോറും ആഴ്ച തോറും വെള്ളവും ഇതും വളങ്ങളും ഇതെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. അതെ. ഇപ്പൊ ഈ വലിയ മരങ്ങൾക്കൊക്കെ ഇപ്പോഴും വെള്ളം ഒഴിക്കണം? എപ്പോഴും വെള്ളം ഒഴിക്കുന്നുണ്ട്. അത് വെയിലാകുമ്പോൾ മരങ്ങൾ ഇതിൻ്റെ ഈ ഇല ഒഴിഞ്ഞ് വാടിപ്പോകുന്നു. അതിന് വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് അത് കൂടുതലും. അതിന് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള മരങ്ങളുണ്ട് ഇവിടെ? ഒരുപാടുണ്ടോ? ഒരുപാടുണ്ട്. ഈ മരുത് അതും ഇതൊക്കെ ഉണ്ട്, ഒരുപാടുണ്ട്. പുറത്തൊന്നും കാണാൻ പറ്റാത്ത കുറെ മരങ്ങളുണ്ട്. മണല് കൂടിയ മണ്ണല്ലേ ഇവിടുത്തെ? അപ്പൊ മരങ്ങളൊക്കെ നടുമ്പോ എങ്ങനെയാ നടുന്നതൊക്കെ? അത് എന്ന് പറഞ്ഞാൽ വലിയ ഒറ്റത്തൂമ്പായിക്ക് തടമെടുക്കും. തടമെടുത്തിട്ട് അതിൻ്റെ അകത്ത് കരിയില ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് ചാണകം ഇട്ട് കഴിഞ്ഞിട്ട് ഈ മണ്ണിട്ട് കുറേ ഇട്ട് മൂടി കഴിഞ്ഞിട്ട് ഇത് നടുന്നത്. എന്നിട്ട് ഡെയിലി വെള്ളം ഒഴിക്കും? എന്നിട്ട് ശരിക്കും വെള്ളം ഒഴിക്കും അതിന്. ഇതെന്താ ഇങ്ങനെ കുഴികൾ വരുന്നത്? ഇത് ഈ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ തൊരപ്പന. ഈ എലി എന്ന് പറഞ്ഞ ഇത് മണ്ണിൻ്റെ അടിയിലാണ്. അത് ഈ മണ്ണ് അതിൻ്റെ അടിയിൽ ഇരുന്നുകൊണ്ടാണ് മണ്ണ് തുറക്കുന്നത്. തുറന്നാണ് ഈ മണ്ണ് മേളിലോട്ട് വരുന്നത്. ഓ, അങ്ങനെ. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ പക്ഷികളും മൃഗങ്ങളും ഒക്കെ വരാറുണ്ട് ഈ കാട്ടില്? ഇവിടെ ഇതിന് മുമ്പെന്ന് പറഞ്ഞാൽ മയിൽ വരെ പതിവായിരുന്നു. എല്ലാ വർഷവും വരും. 2 മയിൽ, കുരങ്ങ്, മറ്റുള്ള പക്ഷികളെല്ലാം വരും. മിക്കവാറും എല്ലാം വരും. ഈ മരത്തിലെല്ലാം വന്ന് നോക്കിയാൽ അങ്ങ് പോകും. ദേശാടനം നടത്തിയിട്ട് പോകും. അടുത്ത സ്ഥലത്തേക്ക് പോകും. എല്ലാ വർഷം വരും. അതുപോലെ തന്നെ കുരങ്ങും വരും. കൊല്ലം റൂറൽ SP ഓഫീസിലെ ജീവനക്കാരാണ്. നമ്മൾ ഇവിടെ കണ്ടതിൽ വെച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് വ്യത്യസ്തമായ രീതിയിലുള്ള വൃക്ഷങ്ങളും പിന്നെ ഔഷധങ്ങളും അത് നമ്മുടെ ഇപ്പോഴത്തെ പരിസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിലാണെന്നും തോന്നുന്നത് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ വരുന്നത്. കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ കാണാതിരുന്നതിനേക്കാളും വ്യത്യസ്തമായ രീതിയിൽ തന്നെ വൈവിധ്യമാർന്ന വൃക്ഷങ്ങളും വൃക്ഷലതാദികളും പിന്നെ ഔഷധ സസ്യങ്ങളും പിന്നെ നമുക്കറിയാൻ വയ്യാത്ത ഒട്ടനവധി സസ്യങ്ങളെക്കുറിച്ച് നമുക്കിവിടെ പറഞ്ഞു തന്നിരുന്നു. ഇതെല്ലാം നമ്മുടെ വരും തലമുറയ്ക്ക് ഒരു പ്രചോദനമാകട്ടെ എന്ന രീതിയിലാണ് നമ്മളൊരു എല്ലാവരും കൂട്ടിക്കൊണ്ടുവരാൻ ഒരു സാഹചര്യം ഒരുക്കിയത്. പിന്നെ മറ്റൊന്ന് പറയുന്നത് നല്ല അന്തരീക്ഷമാണ് പൊതുവെ ഫീൽ ചെയ്യുന്നത്. ചൂടൊട്ടും അനുഭവപ്പെടാത്തൊരു അന്തരീക്ഷം. അതെനിക്ക് ഈ വൃക്ഷങ്ങളുള്ള സ്നേഹം കൊണ്ട് ഈ ഇവിടുത്തെ അമ്മൂമ്മ വട്ട് നടത്തിയ അതിൻ്റെ രീതിയിലുണ്ടായ ഒരു അനുഭവമാണ് നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെടുമ്പോൾ വന്ന എല്ലാവർക്കും അങ്ങനെയാണ് അനുഭവപ്പെടുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് അന്യം നിൽക്കുന്ന രീതിയിലുള്ളതാണ് ഈ രീതിയിലുള്ള നട്ടുവളർത്തലും കാര്യങ്ങളെല്ലാം. അത്
ഇനിയും ഉള്ള തലമുറയ്ക്കത് ഒരു പ്രചോദനമായി വീണ്ടും ഇത്തരത്തിൽ എല്ലാവരും വനവൽക്കരണത്തിന് വേണ്ടി കൂടുതൽ താല്പര്യം കാണിക്കട്ടെ എന്നാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. ഞാൻ അമ്മയുടെ ഏറ്റവും ഇളയാളുടെ ഭാര്യയാണ്. ഞാൻ വന്നിട്ട് ഇപ്പോൾ 26 വർഷമായി. ഇവിടെ വന്നു കഴിഞ്ഞ ശേഷം എനിക്ക് കുറേ മരങ്ങളും ചെടികൾ എനിക്ക് അറിയത്തില്ലായിരുന്നു. ചേച്ചി എന്നെ എല്ലാം പഠിപ്പിച്ചു തന്ന്. നോട്ടാന്ന് പറയും മരം. പണ്ടത്തെ മെതിയടി ഞങ്ങളുടെ അമ്മമാരൊക്കെ, അമ്മയുടെ അമ്മമാരൊക്കെ ഇട്ടിരുന്ന അതാണ്. സ്വാമിമാരൊക്കെ ഇപ്പോഴത്തെ ടി വിയിൽ ഓരോന്നിലൊക്കെ കാണാമല്ലോ. പിന്നെ ഇപ്പൊ ഒരു സ്ലിപ്പറുണ്ട് അതുപോലത്തെ, ഈ 2 തടി. അപ്പൊ ഈ തടിക്ക് എന്തൊക്കെയോ ഔഷധ ഗുണമുണ്ട്, വാദമൊന്നും വരത്തില്ല എന്നാ പറയുന്നത്. പിന്നെ ഇതിന്റെ ഇലയില്ലേ, ഇത് എവർഗ്രീൻ ആണ്. ഈ ഇല പിന്നെ ഔഷധ ഗുണമുള്ളതാ. മേലുവേദനയൊക്കെ വരും. പ്രത്യേകിച്ച് ഇത് കൊണ്ടുപോകുന്നത് വേദിന്, പ്രസവം കഴിഞ്ഞിട്ട് സ്ത്രീകളെ കുളിപ്പിക്കുന്ന വേദുകുളി ഉണ്ടല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള വേദിന് വേണ്ടിയിട്ട് ഈ ഇലയാണ് ആൾക്കാർ വരാറുണ്ട്. പൂവ് ഇലയൊക്കെ കാണാൻ നല്ല ഭംഗിയാണേ. കാണുമ്പോഴത്തേക്ക് നമ്മുടെ ബദാമില്ലേ അതിന്റെ കൂട്ടൊക്കെ ഇരിക്കും. അപ്പൊ കൊച്ചു കുഞ്ഞുങ്ങൾ വരുമ്പോൾ ചോദിക്കും തിന്നാവോന്ന് ചോദിക്കും. പക്ഷെ ഇത് വിഷമാണ്. കാണാൻ ഭംഗിയുണ്ടെന്നുള്ളതേ ഉള്ളൂ. പ്രത്യേകിച്ചും കാരണം നമ്മൾ ആരെയും തന്നെ ഇങ്ങോട്ട് വിടത്തില്ലല്ലോ, കൂടെ ആളുണ്ടെങ്കിലേ വിടത്തുള്ളൂ. ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇത് പിന്നെ വാഗയുടെ വെറൈറ്റിയാണ്. നെല്ലിയുടെ കൂട്ട് ഇത് വാഗ കുറേ വെറൈറ്റി ഉണ്ടല്ലോ. ഈയിടെ മൂന്നാർ പോയപ്പോൾ ഈ മരത്തിന്റെ പൂ കണ്ടു. അപ്പൊ പണ്ടങ്ങാണ്ട് ചെന്നപ്പം ഞാൻ എടുത്തുകൊണ്ട് വന്ന അരിയായിരിക്കണം. ഉറക്കം തൂങ്ങി മരത്തിന്റെ പൂ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, പൗഡർ പഫ് പോലെ. അതിൻ്റെ തന്നെ ഇതിന്റെ പൂ വെള്ളയാണ്. അത് അരി വീണിട്ട് ഇതാ ഇവിടെ തൈ ഉണ്ടാകുന്നത് കണ്ടില്ലേ. ഞാൻ പറഞ്ഞില്ലേ പുളിയുടെ ഇല കൂട്ടാണ്. നല്ല വലുതായി. അപ്പൊ എവിടെ ചെല്ലുമ്പോഴും കാണുന്നത് കൊണ്ടുവരും. അതാണ് ഞാനിപ്പോ പറഞ്ഞേ. ഇതാ നിൽക്കുന്നത് കണ്ടില്ലേ, പശനാരകം. റെഡ് പഴുത്ത് കഴിഞ്ഞതാ. നാരകത്തിന്റെ ഫാമിലി തന്നെ. പൂവും കായും അതിന്റെ നാരകത്തിന്റെ പൂവുണ്ടല്ലോ അതേപോലെ തന്നെ വരുന്നേ. പോലെ അത്രയും പക്ഷെ വലിപ്പം അല്ല, അതിന് തോടിനിച്ചൂടെ കട്ടിയുണ്ടല്ലോ. പഴുത്തത് കണ്ടില്ലേ, ചുമന്ന് കിടക്കുന്നേ. നമ്മൾ ടേസ്റ്റ് ചെയ്ത നാരങ്ങയുടെ സ്വാദുണ്ടെങ്കിലും നമുക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടം വരത്തില്ല. അതുകൊണ്ടായിരിക്കും കിളികൾ അധികം കഴിക്കാറില്ല. ഇതിലിങ്ങനെ എപ്പോഴും കാണും. താഴെ വീണ് തൈകളുണ്ടാകും. തൈകൾ ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ട് പലരും. കാരണം ഇലയ്ക്കൊരു പ്രത്യേക ഇതിപ്പോ ഇതായാലും മുഴുവൻ വീണേക്കുന്നത് പരുന്തിനെ കണ്ടില്ലേ, പരുന്തിന്റെ കാഷ്ടമാണ് അവിടെ ഇവിടെ എല്ലാം വീണേക്കുന്നത്. അറിയാത്ത ഒരു മരം കൊണ്ടുവച്ചിട്ട് കുറച്ചു നാൾ കഴിഞ്ഞ് അത് അറിഞ്ഞ് അതിന്റെ ഒരു തൈയും കൂടെ കൊണ്ടുവച്ചാൽ നമ്മളാവുന്നത് അതിന്റെ അടുത്ത് വെക്കും. അടുത്ത് വെക്കുമ്പോൾ ചില മരങ്ങളുണ്ട് ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ കാണാം 10 വർഷം ഡിഫറൻസിൽ നട്ടത് ഒരുപോലാണ് കിളിച്ചു വരുന്നത്. മറ്റേ ആൾ നിന്ന് കൊടുക്കുക, നീ വളർന്നു വാ. ഒന്നിച്ചാണ് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു 3-4 പേർ ഇവിടെ ഉണ്ട്. കറുവാപ്പട്ടയല്ലേ? ഞാൻ നോക്കട്ടെ. കറുവാപ്പട്ടയും ഉണ്ട്, വയനയും ഉണ്ട്. അപ്പോൾ ഞാനത് എൻ്റെ ഒരു ടെക്നിക്ക്, ഇത് ഇങ്ങനെ മുറിയുന്നതിനെ നമുക്ക് വയനയില വെച്ചിട്ട് വയനയപ്പം ചുടാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് കറുവാപ്പട്ട. ഇത് ഞാൻ എക്സ്പെർട്സ് വേറെ രീതിയിലാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പക്ഷെ ഞാൻ കണ്ടുപിടിച്ചത് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ആൾക്കാർ പറയട്ടെ. അതാണ് ഇവിടെ തന്നെ തൊട്ടടുത്ത. ഇത് നമ്മുടെ ഇതല്ലേ ഇരുമ്പമ്പുളി, വാൾനട്ടിന്റെ പൂവല്ലേ? വാൾനട്ടിന്റെ ചെന്തരുണി. അപ്പൊ പലരും പറയുന്നു അതായിരിക്കത്തില്ല എന്ന്. പക്ഷെ ഇപ്പൊ ഇതാ മുട്ട് കണ്ടോ ഒരു ബഞ്ച്. പിന്നെ ചെന്തരുണിക്കാണ് ദണ്ട് ഈ ടിപ്പിൽ ഈ ചുമന്ന ഇല വരുന്ന കണ്ടില്ലേ. ഇത് വേറെ എവിടെയും വളരത്തില്ല എന്നാ പറയുന്നത്. എനിക്ക് 2 എണ്ണം കിട്ടി തയ്യ്. ഒന്ന് പോയി. പക്ഷെ ഇതിപ്പം ഒരു 3 വർഷം മുമ്പ് ഫ്ലവർ ചെയ്തിരുന്നു. വൈറ്റ് ഫ്ലവേഴ്സ് ആണ്. ഇപ്പൊ എന്താ ഒരു ബഞ്ച് കാണാമോ? അതിന്റെ മേളിലും പിന്നെ ഉണ്ട്. ഇത് എങ്ങനെ ഫ്ലവർ? ഇതിന്റെ ഫ്ലവർ നമ്മുടെ പിന്നെ ഈ ചാമ്പയുടെ ഒക്കെ പറയത്തില്ലേ, പനിനീർ ചാമ്പ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗോൾഡൻ കളർ, ഒരു യെല്ലോയിഷ്, അതേപോലെ പൗഡർ പഫിന്റെ കൂട്ട് അതേപോലെയാണ് പൂവ്. നേരത്തെ അവള് മോള് ഏണിയൊക്കെ വെച്ചിട്ട് താഴെ ഇവിടെ ഒരെണ്ണം ഉണ്ടായതൊക്കെ അതൊരു 3 വർഷമായി. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ 2ാമത്തെ ഫ്ലവറിങ്ങാ. അപ്പൊ അതൊരു ബഞ്ചാണ്. ഇത് പൊങ്ങി പോകുന്നുണ്ടല്ലേ, സൂര്യനനുസരിച്ച് പൊങ്ങി പോകുന്നുണ്ട്. അത് എന്തിനുള്ളതാ? അതിലിതുകൊണ്ട് ഒരു മഞ്ഞപ്പൂ മേളി കണ്ടോ, അങ്ങറ്റി ഏറ്റവും അത് വൈകിട്ടാവുമ്പം വാടി ഒരു ഇതള് മാത്രം നിന്നിട്ട് ബാക്കി ഇതളെല്ലാം താഴെ വീണ് പിന്നെയും മുട്ടുപോലെ ആകും. കണ്ടില്ലേ, നല്ല സ്തൂപം പോലെ ഇങ്ങനെ എന്തൊരു ഭംഗിയാന്ന് നോക്കിക്കാ അത് പോയേക്കുന്നത്. ഇലകള് മുഴുവൻ പൊഴിഞ്ഞു. അതിലിപ്പോ കാണുന്നത് മൊട്ടാണ്. അത് വിരിഞ്ഞിട്ട് അത് കഴിഞ്ഞൊരു പൂവല്ല, കായ ഉണ്ടാകുന്ന ഒരു ചെറിയ സൺബേർഡിന്റെ അത്രയും തന്നെ വലിപ്പമുണ്ട്. പറന്ന് എവിടെങ്കിലും ഒക്കെയാ വീഴുന്നത്. ഇതിന്റെ പിന്നെ മോളെ ശരണ്യ അവളിത് ഐഡന്റിഫൈ ചെയ്തു ടിറോക്കേമ്പിയം ടിങ്ടോറിയം എന്ന്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ബ്രാഞ്ച് ഇപ്പൊ താഴെ കണ്ടോ വലുത്, ഓരോന്നോരം നടന്നു പോയേക്കുന്ന സെൽഫ് പ്രൂണിങ് ആണ്. ഓലമട നടന്നു പോകുന്ന പോലെ പെർഫെക്റ്റ് ആയിട്ട് വീണേക്കുക.
ഇനിയിപ്പോൾ ആ കാണുന്ന കമുകിൻ്റെ നേരെ മേളിലുള്ള ആ ഇത് നല്ല അക്യൂട്ട് സമ്മർ വരുമ്പോഴത്തേക്കും ആ ബ്രാഞ്ചിൽ നിന്നുള്ള വെള്ളമെല്ലാം തടിയിൽ വന്നിട്ട് അതിൻ്റെ വേര് നോക്കിയാൽ കാണാം നല്ല ഫ്ലഷിയാണ്. അത് ഭൂമിയിലേക്ക് കൊടുക്കുക. ഇങ്ങനെ ചില മരങ്ങളുണ്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്, മറ്റുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരിത് വന്നപ്പോൾ മലയാളം പേരും ഇല്ലാത്ത കാരണം നമ്മുടെ CPCRIയുടെ ഡയറക്ടർ അനിതകുമാരിയുണ്ട്. ഞങ്ങളിതിനെ ഞാൻ മഹാരാജാവ് അങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പല ഇത് പറഞ്ഞപ്പം അവർക്ക് വന്നപ്പോൾ ചോദിച്ചു, എന്നാൽ നമുക്കിതിനെ ബുദ്ധൻ ഇട്ടുകൂടെ എന്ന് ചോദിച്ചു. ബുദ്ധൻ ശരിയാണ്. അദ്ദേഹം അങ്ങ് എനിക്കുള്ളതെല്ലാം ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നു, അതിനനുസരിച്ച് അങ്ങ് പോവാണ് മേളിലോട്ട് ഫാസ്റ്റ് ഗ്രോയിങ്. അപ്പം അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. അപ്പം മോള് നോക്കിയിട്ട് പറഞ്ഞത് ഇതിൻ്റെ തടി കൊള്ളത്തില്ല, തടി നല്ലതാണ്, ഇത്രയും മണ്ണമായ ഉടനെ നമ്മൾ വെട്ടിയെടുക്കും. അതിൻ്റെ പിന്നെ പർപ്പസ് ബാക്കിയുള്ളവർക്കുള്ളതാണ്. അത് കടമ്പ് മരമാണ്. മറ്റേ കാളിയമർദ്ദനത്തിന് ശ്രീകൃഷ്ണൻ കടമ്പ് മരത്തെ കയറി അതിൽ നിന്നാണ് പിന്നെ കാളിയൻ്റെ തലയിലോട്ട് ചാടിയെന്നാണ് പറയുന്നത്. കാളിന്തി പിന്നെ കാളിയം വന്നപ്പോഴത്തേക്ക് കാളിന്തി തീരത്തുള്ള സകല മരങ്ങളും കാളിയൻ്റെ വിഷം കാരണം ഉണങ്ങി, കടമ്പ് മാത്രം ഉണങ്ങാതെ നിന്ന്. അതിൻ്റെ പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്. നമ്മൾ പാലാഴി കടഞ്ഞു കിട്ടിയ മറ്റേ അമൃതം എടുത്തുകൊണ്ട് നമ്മുടെ ഗരുഡൻ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി പറന്നു പോയിട്ട് ഇടയ്ക്ക് ക്ഷീണം വന്നപ്പോൾ ആ അമൃതകലശം ഒരു കടമ്പ് മരത്തെ വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തു. ഇതിന് ആ ഒരു സ്പർശനം കിട്ടി, അതുകൊണ്ട് ഇതിന് അമരത്വം കിട്ടി. അതുകൊണ്ടാണ് കാളിയൻ്റെ വിഷം ഉണ്ടായിട്ടും കടമ്പ് മരം ഉണങ്ങാകുന്നത്. അതിൽ കയറിയിട്ടാണ് ചാടിയതെന്നാണ് പറയുന്നത്. കായുണ്ടാവും. ഇതും ഇങ്ങനല്ല, ഇവിടുത്തെ പ്രത്യേകത കൊണ്ടാണ് ഇങ്ങനെ അങ്ങ് മേളിലോട്ട് പോയേക്കുന്നത്. സാധാരണ നക്ഷത്രവൃക്ഷത്തിലുള്ളതാണ് കടമ്പ്. അമ്പലങ്ങളിലൊക്കെ കണ്ട ഇങ്ങനെ ഒരു പന്തൽ പോലാണ്. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ദേവകി അമ്മയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അമ്മ നമസ്കാരം. എന്ത് തോന്നുന്നു? പത്മശ്രീ ഒക്കെ ലഭിച്ചു, രാജ്യം ആദരിച്ചു. വളരെ വളരെ സന്തോഷം തോന്നുന്നു. ഞാൻ ഭൂമിദേവിയെ സേവിച്ചു, അതിൻ്റെ ഫലം നമ്മുടെ എല്ലാ അമ്മയായ ഭൂമിദേവി തന്നു. ഈശ്വരാനുഗ്രഹം. അതിൻ്റെ സന്തോഷം എനിക്കും കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും പിന്നെ നമ്മുടെ കേരളത്തിലോട്ട് ഉണ്ടെന്ന് പറയാം. അതെ. അപ്പൊ അമ്മയ്ക്ക് 92 വയസ്സായി, ഇപ്പോഴും ചുറുചുറുക്കോടെയാണ് ഈ വനത്തിൽ ഇവിടെ നടക്കുന്നതും ഒക്കെ. എങ്ങനെയാണ് ഈ വനം തുടങ്ങണം, ഈ തപോവനം നിർമ്മിക്കണം, അല്ലെങ്കിൽ മരങ്ങളെ സംരക്ഷിക്കണമെന്നൊക്കെ ഉള്ള ഒരു തോട്ടമൊക്കെ വന്നെങ്ങനെയാണ്? അങ്ങനെ കാടാവണമെന്നും മരങ്ങളെ സംരക്ഷിക്കണമെന്നോ ഒന്നുമുള്ള ഒരു തോന്നലില്ല. എനിക്കൊരു 44 വർഷത്തിന് മുമ്പ് ഒരു ആക്സിഡന്റ് ഉണ്ടായി. അപ്പോൾ ഞങ്ങളുടെ ഈ വസ്തു ഓണാട്ടുകര കൃഷിയാണല്ലോ, അത് കച്ചി പിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒത്തിരി അന്നൊന്നും നടത്തുമൊന്നുമില്ല. അവിടെ ഒത്തിരി ഇങ്ങനെ ഒഴിഞ്ഞു കിടന്നു. ഞാൻ ഒരു 2 വർഷം ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു വെച്ചാരാസനമുണ്ട്, നിങ്ങളത് കണ്ടു കാണും. അപ്പോൾ അവരൊരു ഉത്ബോധനം തന്ന പോലെ തോന്നി, നീ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെ ഇവിടെയൊക്കെ വല്ല വെക്കരുതോ, സുഖം കിടക്കുമല്ലോ. അങ്ങനെ ഞങ്ങളുടെ കുര്യാലയുടെ അടുക്കൽ നിന്ന് തന്നെ ഓരോന്ന് വെച്ച് ചെറിയ പാത്രത്തിൽ വെള്ളം ഒഴിച്ചു. അപ്പോൾ അതിനൊരു നാമ്പ് വരുമ്പോൾ നമ്മൾ എന്തും വെക്കുന്നതൊന്ന് പിടിക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ടുള്ളൊരു സന്തോഷമല്ലേ. അങ്ങനെ ഓരോന്ന് വെച്ചു. അതൊക്കെ കാടായി. കാടാവണമെന്നൊന്നും ആഗ്രഹിച്ചതല്ല. അത് നട്ട് നനച്ച് ആലപ്പുഴ ഡിസ്ട്രിക്റ്റാണ് കാടില്ലാത്ത ഡിസ്ട്രിക്റ്റ്. അപ്പോൾ കൈ നട്ട് നനച്ച് വളർത്തി ഒരു കാട് തന്നു. ദേവിയമ്മയുടെ അനുഗ്രഹം. അതായത് നമ്മുടെ കയ്യിലുണ്ട്. ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ ഇപ്പൊ കാടില്ല എന്ന് പറഞ്ഞു, പക്ഷെ നമ്മളായിട്ട് ഒരു കാട് നിർമ്മിച്ചു, തപോവനം നിർമ്മിച്ചു. ഇപ്പൊ എങ്ങനെയാണ് ഇവിടത്തേക്കുള്ള മരങ്ങളൊക്കെ കൊണ്ടുവരുന്നതൊക്കെ? മരങ്ങളൊക്കെ എൻ്റെ മൂത്ത മോള് എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രൊഫസറായിരുന്നു, പിന്നെ പുരുഷങ്ങളുടെ മെമ്പർ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അവൾ ആൾ ഇന്ത്യ ടൂറിന് വരെ പോകുമായിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വെച്ച് നടുന്നതൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, മക്കൾക്കും കൊച്ചുമക്കും ഭർത്താവിൻ്റെ വീട്ടുകാർക്കും എല്ലാം തന്നെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അവൾ കൊണ്ടുതരും. അതിങ്ങനെ ഞാൻ നട്ടതിൻ്റെ കൊടുത്തരും. ഞാൻ നട്ടത് വെള്ളം കോരും പിടിക്കും. ഇവിടുന്ന് അവൾ കോളേജിലും കൊണ്ടുപോയി വെക്കും, അവിടെ നട്ട് വെള്ളം പിടിക്കും. അന്ന് ഇവിടുത്തുകാരും കോളേജുകാരും ചോദിച്ചവർക്ക് തോന്നാ വട്ടാണോ, ആക്സിഡൻറ്റിനോട് കൊല്ലാമ്മയ്ക്ക് വട്ടുകൂടായെന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ കോളേജുകാരും അവളെയും കുറേയൊക്കെ പറഞ്ഞു. എങ്കിലും അവൾക്കും അതിനകത്തൊരു ഇഷ്ടമുണ്ട്. അതനുസരിച്ച് എൻജിനീയേഴ്സ് വെട്ടി നശിപ്പിക്കാതിരിക്കുന്നവർ നട്ടുപിടിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ, അങ്ങനെ അത് നട്ടു. ഈശ്വരാനുഗ്രഹം കൊണ്ട് കോളേജിലും എനിക്കും ഇവിടെ അവാർഡ് കിട്ടി. ഇന്ദിരാ പ്രിയദർശിനി വിശ്വമിത്ര അവാർഡ് 2 വർഷമായിട്ടാണ് കിട്ടിയതെങ്കിലും 1 വർഷമാണ് അതിനെ വിളിച്ചത്. അപ്പം ഞാനും മോളും ഒന്നിച്ചാണ് ഡൽഹിയിൽ പോയി ഒരേ സ്റ്റേജിൽ നിന്ന് ഒരേ അവാർഡ് വാങ്ങിച്ചത്. അത് എല്ലാവർക്കും ഒരു വലിയ അത്ഭുതമായിരുന്നു. അമ്മയും മോളും ഒരുമിച്ച് അവാർഡ് ഒരേ അവാർഡ്. അവരുടെ സ്കൂളിലേക്കുള്ളതും കോളേജിലേക്കുള്ളതും ഞാൻ വീട്ടിൽ എടുക്കും.
അങ്ങനെ. ഇപ്പം അമ്മമ്മ ഇപ്പം സഹായിക്കാനായിട്ട് തമ്പിച്ചേട്ടനുണ്ട്, അതേപോലെ ഫാമിലി ഉണ്ട്, എല്ലാവരും പിള്ളേര് രണ്ടുപേരും ഉണ്ട്. എങ്ങനെയാണ് ഫാമിലിയുടെ ഒരു സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? ഇങ്ങനെ ഫാമിലിയുടെ നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനൊക്കെ ഒരു ഫാമിലിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ആണെങ്കിലും ശരി, മക്കളെ ആണെങ്കിലും ശരി. ഇപ്പം വരുമ്പോഴാണേലും ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇഷ്ടമായി, എവിടെ പോയാലും കാണാത്ത വന്നെടുത്തുകൊണ്ട് വരും, പിടിക്കും, അതങ്ങനെ വെക്കണമെന്നുള്ള ഒരാഗ്രഹം. അങ്ങനെ ഈ 4 തലമുറയ്ക്കും ഇതിനകത്ത് നല്ല ഒരു ഇതുണ്ട്. അതുകൊണ്ട് അവരുടെ സപ്പോർട്ടെല്ലാം എനിക്കുണ്ട്. ഈ കൊച്ചുമക്കൾ തന്നെ 4ാമത്തെ പറഞ്ഞത് അമ്മ ഞാൻ വെച്ചതുണ്ടോ, വിളക്കൊരിട്ടുണ്ടോ, പിടിച്ചോ, അവരങ്ങ് ഇരുന്നാലും ചോദിക്കും അമ്മേന് വെള്ളം ഒഴിച്ചോ, അതുണ്ടോ. അങ്ങനെ എല്ലാവർക്കും അതിനകത്ത് നല്ല സപ്പോർട്ടുണ്ട്. അതെൻ്റെ ഒരു ഭാഗ്യമാണ്. ഇപ്പം എന്തോരം തരത്തിലുള്ള മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ? ഏതൊക്കെ വെറൈറ്റീസ് ഉണ്ട്? വെറൈറ്റീസ് ഒത്തിരി ഉണ്ട്. എന്നോട് ചോദിച്ച പേരൊക്കെ പ്രയാസം 3000 കാണും. കുറേയൊക്കെ അവൾ പറഞ്ഞു തരും. അത് അവളോട് ചോദിച്ചിട്ട് ഇപ്പോൾ ഔഷധ സസ്യങ്ങളൊക്കെ ഉണ്ട്. ഔഷധ സസ്യങ്ങളും ഉണ്ട്. നമ്മൾ ഒന്നൊന്നും വെച്ചല്ല വെച്ച് പിടിപ്പിക്കുന്നത്. കാട്ടുമരമാണോ വീട്ടുമരമാണോ വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്നൊന്നും ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഒന്നുണ്ട്, നമ്മുടെ ഇവിടെ നിർത്തിരിക്കുന്ന ഒരു പുല്ല് പോലും നമുക്ക് വേണ്ടിയതാണ്. ഭൂമിദേവി നമുക്ക് വേണ്ടിയതേ നമുക്ക് തരും. അപ്പോൾ ആ ഒരു പുല്ല് നമുക്ക് ചുക്കൻ കണി വന്നപ്പം കമ്മ്യൂണിസ്റ്റ് വെട്ടിപ്പറിച്ച് കളഞ്ഞതാണ്. അന്നത് ഔഷധമായില്ല എന്ന് പറഞ്ഞാൽ ഭൂമിദേവി തന്നിരിക്കുന്ന ഒരു പുൽത്തിരുമ്പ് പോലും നമുക്ക് വേണ്ടിയതായിരിക്കും. നമ്മളത് അറിയാത്തതുകൊണ്ട് കളയാന്നും പറഞ്ഞ് തള്ളിക്കളയുന്നു. ഇപ്പം അമ്മമ്മ ഈ മരങ്ങളൊക്കെ വെച്ച് തുടങ്ങിയപ്പോൾ ഒക്കെ ചുറ്റും ഒരുപാട് പേരുണ്ട്, അയൽവക്കക്കാരുണ്ട്, നാട്ടുകാരുണ്ട്. അവരൊക്കെ എന്താണ് പറഞ്ഞത്? ആദ്യം വെച്ച് പിടിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കാരാക്സിഡന്റിന് ശേഷമല്ലേ, അപ്പോൾ കൊല്ലരമ്മയ്ക്ക് എൻ്റെ കൂടെ വട്ടം ആയോ എന്ന് ചോദിച്ചവരുണ്ട്. പക്ഷേ ഇന്ന് അവർക്കൊക്കെ ഒരൗഷധം വേണമെങ്കിൽ ഇവിടെ വന്ന് പറയുകയും വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ഇന്ന് മനസ്സിലായി ഇങ്ങനെ അന്നിങ്ങനെ ഒരു ജൈവവൈവിധ്യമൊന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എന്തോന്നോ ഒന്നുമില്ലല്ലോ. ഇത് വേറെ തൊഴിലൊന്നുമില്ല. അമ്മ ഇതെല്ലാം കാടാക്കുന്നത് തലക്കൂടെ അസുഖമായിട്ടായിരിക്കും എന്ന് പറഞ്ഞ ഒരു കാലമുണ്ട്. അങ്ങനെ പറഞ്ഞവർ ഇന്ന് നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. ഓരോ ഔഷധ ചെടികൾക്കും ഒക്കെ ആയിട്ട്. അല്ല അത് തന്നെയല്ല, അവരോരോന്ന് കിട്ടുന്നത് നമ്മളെ കൊണ്ടേൽപ്പിക്കുന്നുമുണ്ട്. അമ്മയാകുമ്പോൾ നട്ടുപിടിപ്പിക്കും, ഞങ്ങൾ കേട്ടാൽ ഏതെങ്കിലും പോത്തല്ലേ ഉള്ളൂ, അമ്മ ഇത് പരിപാലിക്കുമെന്നും പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നവർ കൊണ്ട് ഏൽപ്പിക്കുന്നുണ്ട്. ഇപ്പം ഇവിടുത്തെ ഒരു മണ്ണെന്നൊക്കെ പറഞ്ഞാൽ മണ്ണൽ കൂടിയ മണ്ണാണല്ലോ. അപ്പൊ എങ്ങനെയാണ് ഇവിടെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചതൊക്കെ? അത് തന്നെയാണ് എല്ലാവരും പറയുന്നത്, ഈ ചൊരി മണലിൽ ഇത്ര എങ്ങനെ വെച്ച് പിടിപ്പിച്ചു എന്ന്. എന്നാൽ ഈ വെള്ളം ആരാണ്ട് പറഞ്ഞതിൻ്റെ കൂട്ട് കെട്ടി നിൽക്കത്തില്ലല്ലോ, അങ്ങ് ഒഴുകി പോത്തേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു വലിയ ഇതാണ്, ഈ കെട്ടി നിൽക്കാത്തത് കാരണം, പിന്നെ വെള്ളം ഒഴുകാത്തത് കാരണം വേരളിഞ്ഞിട്ടാണ് ഇതെല്ലാം പോകുന്നത്. കൃഷ്ണ അങ്ങനെ അപൂർവമായത് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ഒരുപാട് മരങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, എല്ലാം സംരക്ഷിച്ചു പോരുന്നുണ്ട്. അമ്മയുടെ സഹായി തമ്പിച്ചേട്ടൻ വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇവിടുത്തെ വാട്ടർ സോഴ്സ് ഒക്കെ എങ്ങനെയാണ്? 2 ആഴ്ച കൂടുമ്പോൾ ഈ മരങ്ങൾക്ക് എല്ലാം വെള്ളം കുടിക്കാറുണ്ട്. 2 കുളമുണ്ട്, രണ്ടും പറ്റത്തില്ല. ആ വലിയ ഇപ്പോഴത്തെ ചെറിയ കുളം, ഇത് വലിയ കുളമാണ്. അതിൽ നിന്ന് പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇടയ്ക്കൊക്കെ ഉണ്ട് പൈപ്പ്. അപ്പോൾ അങ്ങനെ അടിക്കാൻ അപ്പൊ പഠനത്തിനായിട്ടൊക്കെ കുട്ടികളൊക്കെ ഇവിടെ വരാറുണ്ട്, ഇഷ്ടം പോലെ വരാറുണ്ട്. സ്കൂളുകളിൽ നിന്നും കോളേജിൽ നിന്നും പിന്നെ ഓരോ ചെടിയെപ്പറ്റി ഇതൊക്കെ എടുക്കുന്നവർ ഒക്കെ ഇഷ്ടം പോലെ ആൾക്കാർ. അവർക്കൊക്കെ എങ്ങനെയാ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ? അത് നേരത്തെ ബുക്ക് ചെയ്തിട്ട് കൂടെ സമയമുള്ളപ്പോഴോ അല്ലെങ്കിൽ കൊച്ചുമോ കവളാവശ്യമുള്ളപ്പോഴോ ഡേറ്റ് കൊടുക്കത്തുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കും. ഞാനിപ്പോൾ പോകത്തൊന്നുമില്ല. ആദ്യമൊക്കെ ഞാൻ പോകുമായിരുന്നു, ഞാൻ നടക്കത്തില്ല, പ്രായം ഇത്രയല്ലേ നടക്കാം. അപ്പോൾ ഇപ്പോൾ പത്മശ്രീ അവാർഡ് ആദരവ് ലഭിച്ചപ്പോൾ ഒക്കെ എല്ലാവരും എന്താ പറഞ്ഞത്? എല്ലാവരും നല്ലത് തന്നെയാണ് പറഞ്ഞത്. അമ്മ ചെയ്തതിൻ്റെ ഫലം അമ്മയ്ക്ക് കിട്ടി. അതാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം, അമ്മമ്മയെ കാണാൻ പറ്റിയതിൽ തന്നെ ഒരുപാട് സന്തോഷം. ഇപ്പം ഈ പുതുതലമുറയോട് എന്താ അമ്മമ്മയ്ക്ക് പറയാനുള്ളത് മരങ്ങളെക്കുറിച്ചൊക്കെ? മരങ്ങളെക്കുറിച്ച് പുതുതലമുറയോടാണ് ഇപ്പോൾ ഉള്ളവർക്ക് എല്ലാം അറിയാം. എനിക്ക് എത്ര വായു വേണം ശ്വസിക്കാനുള്ളത്, നമുക്കത് തരുന്നത് മരങ്ങളാണ്. അപ്പം നമുക്ക് ശ്വസിക്കാനുള്ള വായു കിട്ടുന്ന അത്രയും മരങ്ങളെങ്കിലും നമ്മൾ വെച്ച് പിടിപ്പിക്കണം. ഇന്നെന്ന് പറയുമ്പോൾ നമ്മുടെ അന്തരീക്ഷമൊക്കെ ഒരുപാട് മലിനമാണ്, അതുപോലെ തന്നെ ചൂട് കൂടുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ. തണുപ്പിനും വേണം, വായുവിനും വേണം, സുസ്ഥിരത്തിനും വേണം, ഇതെല്ലാം തന്നെ. ഇപ്പൊ കൂടുതലും യുവാക്കളായിട്ടുള്ളവർ ഈ ഒരു മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക ഇതിലേക്കൊക്കെ വരുന്നതായിട്ട് അമ്മമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടോ? യുവാക്കളെക്കാട്ടി കൂടുതൽ വരുന്നത് കൊച്ചുകുട്ടികളാണ്. കൊച്ചുകുട്ടികളാണ് വെച്ചാൽ ഇവിടെ നഴ്സറി തൊട്ട് കോളേജിലെ വരെയും പിന്നെ ഓരോ ഇതൊക്കെ ചെയ്യുന്നവരും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ കൊച്ചുകുട്ടികൾക്കാണ് ഏറ്റവും താല്പര്യം. അപ്പം എന്താണെങ്കിലും സന്തോഷം അമ്മമ്മയോട് സംസാരിക്കാൻ പറ്റിയതിൽ. നന്ദി.